ഇന്ന് വീട്ടാവശ്യങ്ങൾക്കായി ബോർവെൽ വാട്ടർ ഉപയോഗിക്കുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ വാട്ടർ സോഫ്റ്റ്നർ മിക്ക വീടുകളിലെയും ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുന്നു. സോഫ്റ്റ്നറിന്റെ പ്രവർത്തനം ഒന്ന് പരിശോധിച്ചാലോ? സർവീസ് മോഡിലാണ് വെള്ളം സോഫ്റ്റായി സിസ്റ്റം നമുക്ക് ഉപയോഗയോഗ്യമാകുന്നത്. ഹാർഡ് വാട്ടർ യൂണിറ്റിന്റെ മുകളിൽ നിന്ന് റെസിൻ മീഡിയയിലൂടെ താഴേക്ക് സഞ്ചരിക്കുന്നു. ഇതിനാലാണ് കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ഹാർഡ് വാട്ടർ മിനറൽസ് വെള്ളത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത്. ശുദ്ധീകരിച്ച വെള്ളം യൂണിറ്റിന്റെ അടിഭാഗത്തിലൂടെ ഡിസ്ട്രിബ്യൂട്ടർ ട്യൂബിലൂടെ പ്രവേശിച്ച് വീട്ടിലുള്ള സ്റ്റോറേജ് ടാങ്കിലേക്ക് ഉപയോഗത്തിനായി വരുന്നു. എപ്പോഴാണോ യൂണിറ്റിന് വെള്ളം ശുദ്ധീകരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ വരുന്നത്, അപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പ്രകാരം റീജനറേഷൻ ആരംഭിക്കുന്നു. വെള്ളം ബ്രെയിൻ ടാങ്കിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് റെസിനിലൂടെ സഞ്ചരിച്ച് സോഫ്റ്റ് ആക്കേണ്ടതുണ്ട്. ബ്രെയിൻ ടാങ്കിന്റെ മികച്ച പ്രവർത്തനത്തിനും കുറഞ്ഞ ക്ലീനിങ്ങിനും സോഫ്റ്റ് ആക്കിയ വെള്ളം ഉപയോഗിക്കുക എന്നത് നിർണായകമായ ഒരു കാര്യമാണ്. ബാക്ക് വാഷ് ആണ് റീജനറേഷന്റെ അടുത്ത സ്റ്റെപ്പ്. റോ വാട്ടർ സിസ്റ്റത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ട്യൂബിലൂടെ പ്രവേശിച്ച് റെസിനെ ഇളക്കി മറിച്ച് മുകളിലേക്ക് ഉയർത്തുന്നു. ഇത് സിസ്റ്റത്തിലുള്ള അഴുക്ക് നീക്കം ചെയ്യുന്നതിന് സഹായകരമാവുന്നു. അനാവശ്യമായ സെഡിമെന്റ്സ് ഡ്രെയിൻ പൈപ്പിലൂടെ പുറത്തേക്ക് പോകുന്നു. ബ്രെയിൻ ടാങ്കിലെ ഉപ്പ് ആവശ്യമായ അളവിൽ വെള്ളത്തിലേക്ക് ലയിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സൊല്യൂഷൻ സിസ്റ്റത്തിലേക്ക് വലിച്ചെടുക്കുന്നു. സൊല്യൂഷനിൽ ഉള്ള സോഡിയം അയൺസ് റെസിൻ മീഡിയയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഹാർഡ് വാട്ടർ മിനറൽസുമായി എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ട് റെസിൻ റീചാർജ് ആവുന്നു. ഈ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ഫ്രീ ക്ലോറിൻ റെസിൻ മീഡിയയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഹാർഡ് മിനറൽസിനെ റിമൂവ് ചെയ്യുന്നതിന് സഹായകരമാവുന്നു. അവസാനമായി ഒരു റിൻസ് കൂടി ചെയ്യുന്നതോടെ ഉപയോഗിക്കാത്ത ഉപ്പ് സിസ്റ്റത്തിന്റെ പുറത്തേക്ക് ഒഴുക്കിക്കളയുന്നു. ഈ സൈക്കിൾ പൂർത്തിയാവുന്നതോടെ നിങ്ങളുടെ വീട്ടിലേക്ക് ഗുണനിലവാരമുള്ള സോഫ്റ്റ് വാട്ടർ നൽകുന്നതിന് സിസ്റ്റം അതിന്റെ സർവീസ് മോഡിലേക്ക് മടങ്ങുന്നു.